ഹലോ എവരിവൺ, ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിലുള്ള യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ യൂട്യൂബ് ചാനലിലൊക്കെ നിങ്ങളൊരു വീഡിയോ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സ് പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും പല സ്കൂളുകളിലും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കോട്ടക്കലിലുള്ള ഒരുപാട് കാലത്തെ പാരമ്പര്യമുള്ള യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാമാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ അവസാനം വരെ എല്ലാവരും കണ്ടിരിക്കുക. നമുക്ക് നോക്കാം. കേരളത്തിലുള്ള പല സ്കൂളുകളിലും അതുപോലെ തന്നെ എൻട്രൻസ് കോച്ചിങ് കൊടുക്കുന്ന സ്ഥാപനങ്ങളിലുമൊക്കെ നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സ് ഓരോ സ്ഥലങ്ങളിലോട്ടും വേണ്ട രീതിയിൽ കസ്റ്റമൈസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, വളരെയധികം റിസർച്ച് നടത്തിക്കൊണ്ട് ഹൈസ്കൂൾ സ്റ്റുഡൻസിന് ഒരു എൻട്രൻസ് എക്സാം എഴുതാൻ പോകുന്നതിന് മുന്നേ, +1 +2 എൻ്റർ ചെയ്യുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട കംപ്ലീറ്റ് കാര്യങ്ങളും ബേസിക്സ് മുതൽ അഡ്വാൻസ് ലെവൽ വരെ പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണ് ഫൗണ്ടേഷൻ കോഴ്സ്. അപ്പോൾ ആ കോഴ്സിനെ നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് എങ്ങനെയാണ് ഓരോ സ്ഥാപനങ്ങളിലും, അത് കോച്ചിങ് സെൻറ്റേഴ്സ് ആയിക്കോട്ടെ, സ്കൂൾസ് ആയിക്കോട്ടെ, അവിടെയുള്ള ഫെസിലിറ്റീസ് ഉപയോഗിച്ചുകൊണ്ട്, അവിടെയുള്ള ഇൻഫ്രാസ്ട്രക്ചറും ഫാക്കൽറ്റീസിൻ്റെ അവൈലബിലിറ്റിയും അതുപോലുള്ള എല്ലാ ഫെസിലിറ്റീസും ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ മാക്സിമം എഫക്റ്റീവായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഓരോ സ്ഥാപനങ്ങളിലും XandY Learning ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ യൂണിവേഴ്സൽ കോട്ടക്കലിൻ്റെ കേസിലോട്ട് വരുവാണെങ്കിൽ നമ്മളിവിടെ ചെയ്യുന്ന ഒരു ഹൈബ്രിഡ് ഫോമിലാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ക്ലാസ്സുകളും കാര്യങ്ങളുടെയൊക്കെ ഒരു ഓൺലൈൻ വേർഷൻ ഉണ്ടായിരിക്കും. അതിൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സ്റ്റുഡൻസിന് കുറച്ചും കൂടി അഡീഷണൽ ഇൻഫർമേഷൻസും മോട്ടിവേഷനെ കൊടുക്കുന്ന രീതിയിലുള്ള ഓഫ്ലൈൻ സെഷൻസും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമാണ്, ഒരു ഹൈബ്രിഡ് പ്രോഗ്രാമാണ് യൂണിവേഴ്സൽ കോട്ടക്കലിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്കെല്ലാം അറിയാം, 8th, 9th, 10th ക്ലാസ്സുകളിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് അവർ സ്കൂളിൽ പഠിക്കുന്ന കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അഡ്വാൻസ്ഡ് ആയിക്കൊണ്ട് കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കും +1 +2 പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾക്കും വേണ്ട ബേസ് സ്ട്രോങ് ആക്കി കൊണ്ടുപോകുന്ന ഒരു കോഴ്സാണല്ലോ നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓൾറെഡി എഞ്ചിനീയേഴ്സ് ആൻഡ് ഡോക്ടേഴ്സ് ആയിട്ടുള്ള നമ്മുടെ ഫുൾ ഫാക്കൽറ്റി ടീം റിസർച്ച് ചെയ്ത് ഡെവലപ്പ് ചെയ്തിട്ടുള്ള സിലബസ്, അതിൻ്റെ ടെക്സ്റ്റ് ബുക്കുകൾ, റെക്കോർഡ് വീഡിയോസ്, ഇതെല്ലാം റെഡിയാണ്. പക്ഷേ ഈ കാര്യം എങ്ങനെ വളരെ എഫക്റ്റീവായിട്ട് സ്റ്റുഡൻസിലോട്ട് എത്തിക്കും? അതിന് നമുക്ക് പല മെത്തേഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ പല സ്ട്രാറ്റജീസ് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതിൽ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഇത്തരത്തിലുള്ള വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഈ ഒരു സിലബസ് ഷോർട്ട് വീഡിയോസ് ആയിക്കൊണ്ട് വളരെ ചെറിയ ഡ്യൂറേഷനിൽ അവരുടെ അറ്റൻഷൻ സ്പാനിൻ്റെ ഉള്ളിൽ കിടക്കുന്ന രീതിയിൽ നമ്മൾ വീഡിയോസ് ആയിട്ട് അവർക്ക് പ്രൊവൈഡ് ചെയ്യും. ഓരോ വീഡിയോസ് കഴിഞ്ഞതിന് ശേഷം പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു കംപ്ലീറ്റ് പാക്കേജ്. ഇനി ഇത് നമ്മൾ കൊടുത്തതുകൊണ്ട് മാത്രം കാര്യമില്ല, ഇത് ഇവർ ഫോളോ ചെയ്യുന്നുണ്ട്, സ്റ്റുഡൻസ് പ്രോപ്പറായിട്ട് കാണുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെൻറ്റർഷിപ്പ് സിസ്റ്റം കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിന് XandY Learningൻ്റെ ഭാഗത്തു നിന്നുള്ള മെൻറ്റേഴ്സ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെൻറ്റർഷിപ്പ് ടീം ഉണ്ട്. അതിൻ്റെ കൂടെ യൂണിവേഴ്സിറ്റിയിലോട്ട് വരുന്ന സമയത്ത് ഇവിടെയുള്ള എക്സ്പേർട്ട് ഫാക്കൽറ്റീസിൻ്റെയും അതുപോലെ തന്നെ ഇവിടെയുള്ള ഒരുപാട് എക്സ്പേർട്ട് മെൻറ്റേഴ്സിൻ്റെയും കൂടിയും ഒരു അഡീഷണൽ സപ്പോർട്ട് കൂടി നമ്മുടെ സ്റ്റുഡൻസിന് കിട്ടുമെന്നുള്ളതാണ്. മാത്രമല്ല, ഇങ്ങനൊരു മെൻറ്റർഷിപ്പിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇവർക്ക് വേണ്ടിയിട്ടുള്ള അഡീഷണൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ, കുറച്ചും കൂടെ ലൈവ് ആയിക്കൊണ്ട് ഇവരുടെ ഇടയിൽ ഇറങ്ങി ചെന്ന് ഓരോ ആളുകളെയും മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ട് മന്ത്ലി ഓരോ ഓഫ്ലൈൻ സെഷൻസ് ഉണ്ടായിരിക്കും. യൂണിവേഴ്സലിൻ്റെ അതിവിശാലമായ ക്യാമ്പസിൽ വെച്ചുകൊണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി കൊണ്ടുവന്നിട്ടുള്ള സ്മാർട്ട് ക്ലാസ് റൂമുകൾ വെച്ചുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള സെഷൻസ് നടക്കാൻ പോകുന്നത്. അതിൽ അവർക്ക് ഈ എഞ്ചിനീയേഴ്സും ഡോക്ടേഴ്സുമായിട്ടുള്ള നമ്മുടെ ഫാക്കൽറ്റീസുമായിട്ടും യൂണിവേഴ്സൽ എക്സ്പേർട്ട് ഫാക്കൽറ്റീസുമായിട്ടും ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്യാനും ഈ ഒരു ഫീൽഡിൽ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള സാറിനെ പോലെയുള്ള, അജ്മൽ സാറിനെ പോലെയുള്ള ആളുകളുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടി ഈ ഒരു പ്രോഗ്രാമിലൂടെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. കൂടാതെ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ ഹൈസ്കൂളിൽ പഠിക്കുന്നത് പോലെയല്ല നമ്മൾ ഹയർ സെക്കൻഡറിയിൽ എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുന്നത്. അവിടുത്തെ ഫാക്കൽറ്റീസ്, ലൈബ്രറി, അവിടുത്തെ സിസ്റ്റം, ഇതെല്ലാം എൻ്റർലി ഡിഫറൻ്റ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ ഒരു കോഴ്സിൻ്റെ പാർട്ടായിക്കൊണ്ട് യൂണിവേഴ്സൽ പോലെയുള്ള ഒരു സ്ഥാപനത്തിൽ അവർ വീക്കിലി അല്ലെങ്കിൽ അവർ മന്തിലേക്ക് ഇവിടെ വരുന്നു, ഓഫ്ലൈൻ സെഷൻസ് അറ്റൻഡ് ചെയ്യുന്നു, ഓൺലൈൻ സെഷൻസ് അറ്റൻഡ് ചെയ്യുന്നു. അതിലൂടെ അവർക്ക് ഈ ഒരു സിസ്റ്റത്തിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളതും ഫ്യൂച്ചറിൽ അവർ പോകാൻ പോകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ചും ഒരു കൃത്യമായിട്ടുള്ള ഐഡിയ കിട്ടുമെന്നുള്ളതാണ്. അതുതന്നെയാണ് അവർക്ക് കിട്ടാൻ പോകുന്ന അഡ്വാൻറ്റേജുകളിൽ ഏറ്റവും വലിയ ഒന്ന്. പേര് മോഹൻകുമാർ. ഇവിടെ കുട്ടികളൊക്കെ MK എന്നാണ് വിളിക്കുക. അപ്പോൾ ഞാൻ ഈ സ്ഥാപനത്തിൽ യൂണിവേഴ്സലിൽ ഏതാണ്ട് ഒരു 10, 12, 13 വർഷമായിട്ട് പ്രവർത്തിക്കുകയാണ്. ഈ 8, 9, 10 സ്റ്റാൻഡേർഡ് പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു ഫൗണ്ടേഷൻ കോഴ്സ് ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് അടിസ്ഥാനപരമായിട്ട് തീരുമാനിക്കുന്നത് വിദ്യാർത്ഥിയും ആത്യന്തികമായിട്ട് തീരുമാനിക്കുന്നത് ശരിക്ക് ആ കുട്ടിയുടെ പാരൻറ്റുമാണ്. പക്ഷേ പലപ്പോഴും നിർഭാഗ്യവശാൽ ഇങ്ങനൊരു ഫൗണ്ടേഷൻ കോഴ്സ് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് പാരൻറ്റിന് വ്യക്തമായിട്ട് തീരുമാനിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, വ്യക്തമായിട്ട് അവർക്ക് എന്താണ് ഒരു +2 ലെവലിൽ കുട്ടി എത്തിയാൽ കുട്ടി ഫേസ് ചെയ്യാൻ പോകുന്ന ഡിഫിക്കൽട്ടീസ് എന്ന് പലപ്പോഴും പാരൻസിനൊരു ധാരണ ഉണ്ടാവാറില്ല.
അപ്പോൾ ആ ധാരണ ഇല്ലാത്തതുകൊണ്ട് തന്നെ പലപ്പോഴും 8, 9, 10 അങ്ങനെയുണ്ട് പോട്ടെ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് കുട്ടി എവിടെയും കൊണ്ട് ചേർക്കാം എന്ന ധാരണയിലാണ് ഒരു 90% ഈ പാരൻസും ഉണ്ടാവാറ്. പലപ്പോഴും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അറിയുന്നത് ഈ +2 ലെവലിൽ ഇവരുടെയൊക്കെ പഠിത്തം തുടങ്ങുമ്പോഴാണ്. അപ്പോൾ ശരിക്കും ഞങ്ങളെപ്പോലുള്ള അധ്യാപകർ പലപ്പോഴും ഈ പറഞ്ഞ ഡിഫിക്കൽട്ടി നേരിട്ട് വിറ്റ്നസ് ചെയ്യുന്ന ആൾക്കാരാണ്. പുറത്ത് വേറെ സ്റ്റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കോട്ട, രാജസ്ഥാൻ പോലെ പല സ്ഥലങ്ങളിലും ഇതുപോലത്തെ ഫൗണ്ടേഷൻ കോഴ്സുകൾ നേരത്തെ ഉണ്ട്. അപ്പോൾ ആ കുട്ടികൾ 10ലേക്ക് വരുമ്പോൾ അവർ നമ്മുടെ കേരളത്തിലെ കുട്ടികളെക്കാളും വളരെ മികച്ചവരായിട്ടാണ് അവർ 10ലേക്ക് എത്തുന്നത്. ആ ഒരു കുറവ് പരിഹരിക്കാൻ വേണ്ടിയാണ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളെ കേരളത്തിലെ ഒരു എൻട്രൻസ് സംവിധാനം തന്നെ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കാലം ഇങ്ങോട്ട് പണ്ട് കാലത്ത് ഫെയിൽഡ് ബാച്ചിന് സമാനമായി റിപ്പീറ്റേഴ്സ് ബാച്ചുകൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം നമുക്കിവിടെ ഉണ്ടായിട്ടുണ്ട്. അതിന് കാരണം കുട്ടികളെ സ്കില്ലില്ലാത്ത കുട്ടികളാണ് പലപ്പോഴും വരാറ്. ആഫ്റ്റർ ഓൾ എക്സാം എന്ന് പറയുന്നത് ഒരു മൈൻഡ് ഗെയിമാണ്. ഒരു പെനാൽറ്റി കിക്ക് എടുക്കുന്ന പോലെ ഉണ്ടാവും. നമ്മൾ അതുവരെ എന്ത് ചെയ്തു എന്നതല്ല, നമുക്ക് എത്രമാത്രം ആദ്യം നമുക്കറിയാം അല്ലെങ്കിൽ എത്രമാത്രം പ്രിപ്പയർ ചെയ്തു എന്നതല്ല, ആ ഒരു എക്സാം പോയിന്റിൽ നമുക്കിതെല്ലാം നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ, നമുക്ക് തെറ്റ് വരുത്താതിരിക്കാൻ കഴിയുന്നുണ്ടോ എന്നതാണ് വലിയ പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഇങ്ങനെ ഒരു തെറ്റ് വരാതിരിക്കണമെങ്കിൽ നമുക്ക് നല്ല മികച്ച പരിശീലനം വേണം, നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് കണ്ടിരിക്കണം, ഒരുപാട് എക്സാമിലൂടെ കടന്നു പോകണം, ഒക്കെ വേണം. പക്ഷെ അതിനപ്പുറത്തേക്ക് തെറ്റ് വരാതിരിക്കണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം നമുക്ക് നല്ല ബേസിക് നോളജ് ഉണ്ടായിരിക്കണം. ഇത് നേരത്തെ നമുക്ക് അറിയുകയും വേണം. ഇവിടെയാണ് നമ്മൾ സ്റ്റാർട്ട് ഏർലി എന്ന സിസ്റ്റത്തിൻ്റെ പ്രസക്തി ഉള്ളത്. ഫൗണ്ടേഷൻ കോഴ്സുകളുടെ പ്രസക്തി ഇവിടെയാണ്. നമ്മുടെ കുട്ടികളുടെ പ്രിപ്പറേഷൻ പലപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് +1-ൽ, അതല്ലെങ്കിൽ അതും കഴിഞ്ഞ് +2 കഴിഞ്ഞ് റിപ്പീറ്റും റിപ്പീറ്റും ഒക്കെ ആയിട്ടാണ് കുട്ടികൾ എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. പറയുമ്പോൾ +1 +2ൻ്റെ അതേ സിലബസ് തന്നെയാണ് എൻട്രൻസ് എക്സാമുകൾക്കും ഫോളോ ചെയ്യുന്നത്. എക്സാമിൻ്റെ പാറ്റേണിലാണ് വ്യത്യാസം. കോമ്പറ്റീറ്റീവ് എക്സാം നടത്തുന്നത് ആക്ച്വലി കുട്ടികളെ ജയിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിലല്ല, പകരം കുട്ടികൾക്ക് കൊടുക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം അവരെങ്ങനെയെങ്കിലും തെറ്റണം അല്ലെങ്കിൽ അവർ തെറ്റിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ്, കുട്ടികളെ എലിമിനേറ്റ് ചെയ്യുക എന്ന ഉദ്ദേശത്തിലാണ് ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്യുന്നത്. കാരണം അതിന് മാത്രം ആപ്ലിക്കൻസും അതിന് മാത്രം സീറ്റുകൾ ഇല്ലായ്മയുമാണ്. കുറഞ്ഞ സീറ്റുകളും കൂടുതൽ ആപ്ലിക്കൻസും വരുമ്പോഴാണ് മെയിനായിട്ട്, അല്ലെങ്കിൽ അതാണ് ഒരു എൻട്രൻസ് എക്സാം നടത്താനുള്ള പ്രൈമറി റീസൺ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ എക്സാമിന് ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുമ്പോൾ കുട്ടികൾ എങ്ങനെയെങ്കിലും ക്വസ്റ്റ്യൻ തെറ്റട്ടെ എന്നുള്ള അല്ലെങ്കിൽ തെറ്റിക്കട്ടെ എന്ന ഉദ്ദേശത്തിൽ കുട്ടികളെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് എൻട്രൻസ് എക്സാം നടത്തുന്നത്. ഈ 11th 12th സിലബസിന് ബേസ് ചെയ്തിട്ടാണ് JEE നീറ്റ് എക്സാമിനേഷന് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ 11th-ലും 12th-ലും കുട്ടികൾക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ 9th-ഉം 10th-ഉം 8th 9th 10th അവർ വൃത്തിയായിട്ട് കാര്യങ്ങൾ കൺസെപ്റ്റ് കൃത്യമായി മനസ്സിലാക്കിയാലേ അവർക്ക് 11th-ഉം 12th-ഉം കൂടുതൽ നല്ല രൂപത്തിൽ പഠിക്കാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് JEE നീറ്റ് എൻട്രൻസ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ. ഇത്തരത്തിൽ പീസ് പബ്ലിക് സ്കൂൾ, ഐഡിയൽ ഗ്ലോബൽ സ്കൂൾ, യൂണിവേഴ്സൽ, ഇത്തരത്തിലുള്ള ഒരുപാട് സ്കൂളുകളിലോട്ടും കോച്ചിങ് സെൻറ്ററുകളിലോട്ടും നമ്മുടെ ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് എക്സ്പാൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരൊക്കെ ഇങ്ങനെ ഒരു കോഴ്സ് അവിടെ വേണമെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസും നമ്മൾ കണ്ടിട്ടുള്ളൊരു വിഷൻ, അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇത്രയും ക്വാളിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഈ ഒരു കോഴ്സിൻ്റെ ഇമ്പോർട്ടൻസും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇനിയും ഇത്തരത്തിലുള്ള ഒരുപാട് സ്കൂളുകളിലോട്ടും ഒരുപാട് സ്ഥാപനങ്ങളിലോട്ടും ഇത് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടും, അങ്ങനെ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കും ഓരോ സ്ഥാപനങ്ങൾക്കും അനുസരിച്ചിട്ട് നമുക്കത് കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് മാക്സിമം സ്റ്റുഡൻസിലോട്ട് എത്തിക്കുക. നമ്മുടെ കേരളത്തിലുള്ള സ്റ്റുഡൻസിനെ, എസ്പെഷ്യലി ഹൈസ്കൂൾ സ്റ്റുഡൻസിന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് +1 +2 കഴിഞ്ഞിട്ട് പിന്നെ റിപ്പീറ്റും റിപ്പീറ്റും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും നിൽക്കാതെ തന്നെ +2 കഴിഞ്ഞിട്ട് ഡയറക്റ്റായിട്ട് ഇന്ത്യയിലെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ, IITകളിലും NITകളും AIIMS അടക്കമുള്ള ഇന്ത്യയിലെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലോട്ട് അവരെ എത്തിക്കുക എന്നുള്ള ഈ ഒരു വിഷൻ്റെ കൂടെ നമ്മളെല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യാണ്. ഇനിയുള്ള സ്കൂളുകൾക്കും അതുപോലെ തന്നെ മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെയും എല്ലാവരെയും നമ്മൾ ഈ ഒരു കോഴ്സിലോട്ട് നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു. നമുക്കൊരു ബെറ്റർ ഫ്യൂച്ചർ ഉണ്ടാക്കാൻ വളരെ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് സ്റ്റാർട്ട് ഏർലി.